ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട്. കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് 5 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുമല്ലോ, 5 ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഇനി പറയാം. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ. ഒന്നുകൂടി, വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്യൂഷൻ സെന്ററുകൾക്കും അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. പക്ഷേ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള സർവകലാശാല പരീക്ഷകൾക്ക് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ സർവകലാശാല പരീക്ഷകൾ എഴുതാൻ ഇരിക്കുന്നവരെ അവധിയാണെന്ന് പറഞ്ഞിരിക്കരുത്. അവർക്ക് ആ പരീക്ഷ നടക്കുന്നതായിരിക്കും. എന്തായാലും വിവിധ മേഖലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുന്നതായിരിക്കും, അല്ലേ? ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് AV ജയശങ്കർ ഉണ്ട്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ശക്തമായ മഴ സംസ്ഥാനത്തുണ്ടാകുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. അതുപ്രകാരം ചില ജില്ലകളിൽ റെഡ് അലേർട്ടാണ്, മറ്റിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മറ്റെന്തെങ്കിലും മുന്നറിയിപ്പുകളുണ്ടോ? കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പുകളുണ്ടോ? അതൊക്കെ എങ്ങനെയാണ്? ഇന്ന് ഏതൊക്കെ മേഖലകളിലാണ് കൂടുതലായി മഴ പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. എന്തായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 4 ജില്ലകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. ഒപ്പം തന്നെ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. എന്തായാലും ഇതൊക്കെ ഇന്നലെ പ്രഖ്യാപിച്ച മുന്നറിയിപ്പാണ്. ഇതിൽ രാവിലത്തോടുകൂടി മാറ്റം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ രാത്രി ഏറെ വൈകിയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. അത് ഇന്ന് പത്തനംതിട്ടയിൽ മഞ്ഞ മുന്നറിയിപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ മഴയുടെ തോതൊക്കെ അനുസരിച്ച് പുതിയ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് വരാനുണ്ട്. എന്തായാലും പൊതുവിൽ സംസ്ഥാനത്ത് കനത്ത മഴ വരുന്ന 2 ദിവസം കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുലർത്തണമെന്നും അവർ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. കാരണം കേരള തീരത്ത് നിലവിൽ മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കാരണം ഈ ഫിൻജാൻ ഇഫക്റ്റൊക്കെ ബന്ധപ്പെട്ട വലിയ തോതിലുള്ള കാറ്റും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കടലിൽ പോകുന്ന അത്ര സുരക്ഷിതമല്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഈ മലയോര മേഖലകളിൽ കൂടുതൽ ജാഗ്രത വേണമെന്നൊരാവശ്യവും കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾ ഏറെക്കുറെ സേഫാണ്. കാരണം ഈ ജില്ലകളിൽ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പക്ഷേ ഒരു മഴയുള്ളതിൻ്റെ ഒരു കോളും തിരുവനന്തപുരത്തില്ല. മൊത്തത്തിൽ ഒരു മൂടിയെ കെട്ടിയ നേരം വെളുക്കുന്നതിൻ്റെ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് മഴ എത്തുന്ന ലക്ഷണങ്ങളില്ല. പക്ഷേ മറ്റ് ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ച് മറ്റ് ജില്ലകളിൽ വലിയ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. പുതിയ അപ്ഡേറ്റ് എന്തായാലും രാവിലെയോടുകൂടി പുതിയ അപ്ഡേറ്റ് വരും. അപ്പോൾ മഴയുടെ അടുത്ത ഗതി എന്താണെന്ന് കൃത്യമായി അറിയാൻ പറ്റും. പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. പൊതു സാഹചര്യം പറയുകയായിരുന്നു, അല്ലേ? പക്ഷേ തിരുവനന്തപുരം, കൊല്ലം ഇല്ല എന്ന് പറയുമ്പോൾ ആ ഫിൻജാൽ ചുഴലിക്കാറ്റിൻ്റെ റൂട്ട് അങ്ങനെയായിരുന്നു തോന്നുന്നു, അല്ലേ? അത് തിരികെ പോകുമ്പോൾ വടക്കൻ കേരളത്തിൽ പ്രധാനമായും കൂടുതലൊരു പ്രഭാവം ഉണ്ടാകുന്നു. അത് മധ്യ കേരളത്തിലും കുറച്ച് ഭാഗത്തുകൂടെ ഇമ്പാക്ട് ഉണ്ടാകുന്നു. മഴ കൂടുതലായി പെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പലയിടങ്ങളിലും ഈ ചാറ്റൽ മഴയൊക്കെ ഉള്ളൂ. അത്തരം വിവരങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ പ്രേക്ഷകരും വിവിധ ജില്ലകളിൽ നൽകുന്നുണ്ട്. നമുക്ക് മലപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം, എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് നോക്കാം. സമീർ ബിൻ കരീമാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. ഈ മലപ്പുറത്ത് നല്ല മഴയാണെന്ന് പല പ്രേക്ഷകരും പറയുന്നുണ്ട്. മലപ്പുറത്ത് അവധിയില്ല, പക്ഷേ നല്ല മഴയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് മലപ്പുറത്തു നിന്നുള്ള യഥാർത്ഥ അവസ്ഥ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്ത് തന്നെയാണ്. ശക്തമായ മഴ ഇവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലപ്പുറത്തിൻ്റെ മലയോര മേഖലയിലെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എന്നാൽ റെഡ് അലേർട്ടാണ് ജില്ലയിൽ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ആനുപാതികമായ ഒരു, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മഴ ജില്ലയിൽ ഇല്ല എന്നുള്ളതാണ് ഏറെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. ഇന്നലെ രാത്രിയിലും ശക്തമായ മഴ ജില്ലയിൽ പെയ്തിട്ടില്ല. ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നാലും ഇന്ന് ശക്തമായ മുന്നറിയിപ്പാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ മലപ്പുറം ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ക്വാറി പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്ന് റെഡ് അലേർട്ട് ആയതിനാൽ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിരിക്കുകയാണ്. ജില്ലയിൽ ഒരു ക്വാറിയും ഇന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് കളക്ടർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ജില്ലയുടെ മലയോര മേഖലയിലുള്ളവർ, പ്രത്യേകിച്ച് നിലമ്പൂർ, പോത്തുക്കൽ, മുണ്ടേരി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലുള്ളവർ ശക്തമായ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് കളക്ടർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ മേഖലയിൽ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി മറ്റും തന്നെ യാത്രകൾ ഒഴിവാക്കാനും ശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.
അതോടൊപ്പം തന്നെ മലപ്പുറത്തിന്റെ ഈ പുഴയോരത്ത് താമസിക്കുന്നവർക്കും ശക്തമായ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പുഴയിൽ ഒരുപക്ഷെ പെട്ടെന്നൊക്കെ വെള്ളം ഉയരുന്നൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പുഴയിൽ പെട്ടെന്നൊക്കെ വെള്ളം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പുഴയിലൊക്കെ തന്നെ ഇറങ്ങരുത് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ മലപ്പുറത്തെ പുഴയിലെല്ലാം തന്നെ വെള്ളം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശക്തമായ മുന്നറിയിപ്പാണ് ജില്ല നൽകിയതെങ്കിലും നിലവിൽ ശക്തമായ ഒരു മഴയില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന കുട പോലും ഇല്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാറ്റൽ മഴ മാത്രമാണ് നിലവിൽ മലപ്പുറത്തിന്റെ മറ്റുള്ള ഇടങ്ങളിൽ ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ ഈ പറയുന്നത് പോലെ ആ കാറ്റിന്റെ ഒരു പ്രഭാവം ഒഴിയുന്ന സമയമാണ്. അതുകൊണ്ട് ഏത് സമയത്താണ് മഴ പെയ്യുന്നതെന്ന് നമുക്ക് പറയാനാവില്ല. ഇപ്പോൾ മഴയില്ലെങ്കിൽ പോലും റെഡ് അലേർട്ട് ഉള്ള ജില്ലയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ വളരെ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയല്ലേ ഈ കളക്ടർ നൽകുന്ന നിർദ്ദേശത്തിന്. ഇപ്പോൾ ചിലർ വിചാരിക്കും ഇപ്പോൾ മഴയില്ലല്ലോ എന്നാൽ പിന്നെ പുറത്തിറങ്ങിയേക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പുഴയിലൊക്കെ ഒന്ന് പോയേക്കാം. പക്ഷെ അത്തരം നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് തന്നെയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം മലപ്പുറത്തിന്റെ പുഴയുടെ ഒരു പ്രത്യേകത എന്നാൽ പ്രത്യേകിച്ച് നമ്മുടെ നീലഗിരി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ മലപ്പുറത്തെ പുഴകളിൽ അതിന്റെ ജലനിരപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മലപ്പുറത്തെ പുഴയിൽ വെള്ളം ഉയരണമെങ്കിൽ മലപ്പുറത്ത് മഴ പെയ്യണമെന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും പുഴയിലൊക്കെ തന്നെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത എല്ലാവരും തന്നെ പാലിക്കണം. മലയോര മേഖലയിൽ പോകുന്നവർ മാക്സിമം യാത്ര ഒഴിവാക്കണം. ഈ മലയോര മേഖലയിൽ വിനോദസഞ്ചാരികൾ പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും കളക്ടർ നൽകി. ഒപ്പം തന്നെ പുഴയുടെ തീരത്ത് താമസിക്കുന്നവരൊക്കെ തന്നെ ശക്തമായ ജാഗ്രത പാലിക്കണം, പുഴയിൽ ഇറങ്ങരുത്. ഒപ്പം തന്നെ മലയോര മേഖലയിലുള്ളവർ അതിയായ ജാഗ്രത പാലിക്കണം. ഇത്തരം നിർദ്ദേശമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഈ ശക്തമായ മഴ ഇന്നുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഒപ്പം തന്നെ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കോറി പ്രവർത്തനമെല്ലാം തന്നെ ജില്ലയിൽ സമീറും സുരക്ഷിതനായി തുടരുക. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ കടുത്ത മഴയില്ല, മഴ പോലും ഇല്ലാത്ത ചില മേഖലകളുണ്ട്. പക്ഷേ റെഡ് അലേർട്ട് ഉണ്ട്, കളക്ടർ നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശമുണ്ട്, മലപ്പുറത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ അത് കൃത്യമായി പാലിക്കുക. ഏത് സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് നമ്മുടെ മുൻപ് സംഭവിച്ച പല കാര്യങ്ങളും നമുക്കറിയാം. അതുകൊണ്ട് മലപ്പുറം ജില്ലയിലുള്ളവർ ജാഗ്രത പാലിക്കുക. ഇനി കോഴിക്കോട് നിന്നും അഭിജിത്ത് മുഴക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രതിനിധികൾ നിൽക്കുമ്പോൾ തന്നെ അറിയാം, ആകെ കുടചൂടി നിൽക്കുന്നത് അഭിജിത്ത് മാത്രമാണ്. കോഴിക്കോട് മഴയുണ്ട് എന്നാണ് അപ്പോൾ അതിനർത്ഥം. അഭി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലുണ്ട് കോഴിക്കോട് ഹെവി റെയിൻ ആണെന്ന് കുറേ പ്രേക്ഷകർ പറയുന്നുണ്ട്. അങ്ങനെയാണോ? ഇപ്പം അഭിയുള്ള നഗരമേഖലയിലൊക്കെ സാമാന്യം ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ, പക്ഷേ മലയോര മേഖലയിലൊക്കെ മഴയുണ്ട് എന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. എന്താണ് സാഹചര്യം കോഴിക്കോട് ജില്ലയിൽ? പ്രജിൻ, ക്രിസ്റ്റീന, ശക്തമായ മഴയൊന്നും ഇവിടെയില്ല. പക്ഷേ നേരിയൊരു ചാറ്റൽ മഴ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കുട ചൂടി നിൽക്കേണ്ടി വരുന്നത്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലയിലെ സ്ഥിതി അങ്ങനെയല്ല. ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതുപോലെ തന്നെ ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. രാത്രി ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴ നഗരമേഖലയിലും ലഭിച്ചിരുന്നു. കോഴിക്കോടിന്റെ കാര്യം നമുക്കറിയാം. ശക്തമായ ഒരു മഴ പെയ്താൽ, അത് അല്പസമയം നീണ്ടു നിൽക്കുന്ന ഒരു മഴ പെയ്താൽ തന്നെ പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെ ഈ മിഠായി തെരുവിന്റെ സമീപത്തൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അല്പസമയം കഴിയുമ്പോൾ ഈ മഴ ഒന്ന് ശമിച്ചു കഴിയുമ്പോൾ അത് താവുകയും ചെയ്യും. പക്ഷേ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ശക്തമായ ഒരു മഴയ്ക്ക്, അതിശക്തമായ ഒരു മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു മുന്നറിയിപ്പ് കലക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതായത് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള അത്തരം തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. സമീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലപ്പുറത്തിന്റെ സ്ഥിതി പോലെ തന്നെ കോഴിക്കോടും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ മഴ കനക്കുന്ന വേളകളിൽ പുഴകളിൽ വെള്ളം കയറുകയും അതുപോലെ തന്നെ ഈ മണ്ണിടിച്ചിൽ അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയോര മേഖലയിലേക്കൊക്കെ പോകുന്നവർ ആ രീതിയിലുള്ള മുൻകരുതൽ എടുക്കുക. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവരും, പ്രത്യേകിച്ച് ഇരുവഞ്ഞി, ചാലിയാർ പോലെയുള്ള പുഴകളുണ്ട്. മഴ പെയ്യുമ്പോൾ ഉടൻ തന്നെ അത് നിറഞ്ഞു കവിയുന്ന ഒരു സ്ഥിതിവിശേഷവും നമ്മൾ കാണാറുണ്ട്. അതിനാൽ തന്നെ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ അങ്ങനെ നൽകിയിട്ടില്ലെങ്കിൽ കൂടി വേണ്ട മുൻകരുതലുകൾ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരമേഖലയിൽ ചെറിയൊരു ചാറ്റൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ മലയോര മേഖലയിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും ലഭിക്കുന്നുണ്ട്.
ശരി, അപ്പോൾ അതാണ് കോഴിക്കോട്ടെ സാഹചര്യം. നോക്കുക, ഈ 4 ജില്ലകൾ മലബാർ മേഖലയിലെ 4 ജില്ലകൾക്കും റെഡ് അലേർട്ട് ആണെന്ന കാര്യം ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കേണ്ടതുണ്ട് എന്ന് ജില്ലാ കളക്ടർമാർ അത് ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. അതുപോലെ ഓരോ ജില്ലയിലെയും പ്രേക്ഷകർക്ക് നമ്മുടെ സ്ക്രീനിൽ ഈ അലേർട്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ജില്ലയിൽ റെഡ് അലേർട്ട് ആണോ, യെല്ലോ അലേർട്ട് ആണോ, അതോ പ്രത്യേകിച്ച് അലേർട്ടൊന്നും ഇല്ലാത്ത ഗ്രീൻ സിറ്റുവേഷൻ ആണോ എന്നൊക്കെ ആ ഒരു സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പുകൾ, മുൻകരുതലുകൾ നിങ്ങൾ എടുക്കുക. യെസ്, നമുക്കിനി കണ്ണൂരിലേക്ക് ഒന്ന് പോവാം. കണ്ണൂരും റെഡ് അലർട്ട് ആണ്. കണ്ണൂരിൽ നിന്നും സജോ ദേവസ്യ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, ഗുഡ് മോർണിംഗ്. കണ്ണൂരിലും ഇന്ന് റെഡ് അലർട്ട് ആണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ അവധി പ്രഖ്യാപനമൊക്കെ ഏറ്റവും ഒടുവിൽ ഒരു 4 മണിക്കൂർ മുൻപ് മാത്രമാണ് കളക്ടറുടെ ഭാഗത്തും ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ രീതിയിലുള്ള അറിയിപ്പുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഇടങ്ങളിലാണ് കണ്ണൂരിൽ മഴ കൂടുതലായി ഇപ്പോൾ പെയ്തിരിക്കുന്നത്? ഇനിയുള്ള സാധ്യത എന്താണ് ജില്ലയിൽ? പ്രജിന് ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ് പ്രകാരം കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്ഡേറ്റിൽ ഒരു പക്ഷേ മാറ്റം വന്നേക്കാം. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ അവധി തീരുമാനം ഉണ്ടായത് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ്. അതുകൊണ്ട് പല ആളുകളും, പ്രേക്ഷകരും വിദ്യാർത്ഥികളും ഒക്കെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയും അറിഞ്ഞും വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. അവധി പ്രഖ്യാപിച്ചതിന് അത്രയും സമയമെടുത്തു എന്നതുകൂടി കാണണം. ജില്ലയെ സംബന്ധിച്ച് ഇന്നലെ രാത്രി ശക്തമായ മഴ ലഭ്യമായി. അതേസമയം മലയോര മേഖലകളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. പക്ഷേ ശക്തി കുറഞ്ഞ മഴയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നഗരമേഖലയിലാണ്. നഗരത്തിൽ രാത്രിയിൽ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. അതേസമയം മലയോര മേഖലയിൽ, അതായത് ഇരിട്ടി, ചെറുപുഴ ഉൾപ്പെടുന്ന മലയോര പ്രദേശങ്ങളിൽ കാര്യമായ മഴ ലഭ്യമായിരുന്നു. പക്ഷേ അത് വലിയ ശക്തമായ മഴയല്ല, എന്നാൽ മഴ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഇടവിട്ടുള്ള മഴ വിവിധയിടങ്ങളിൽ ലഭ്യമാകുന്നുണ്ട്. അതേസമയം കർശന ജാഗ്രതാ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ശക്തമായ കാറ്റിനും മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ്. ഒപ്പം തീരദേശ മേഖലകളിലും ശക്തമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലകളിലൂടെയുള്ള, അതായത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. ഒപ്പം ജലാശയങ്ങളിൽ കൂടുതൽ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യതാ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെ കർശന ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. പക്ഷേ നിലവിൽ ലഭ്യമായ മഴയുടെ അളവ്, വിവിധ മേഖലകളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ പരിശോധിച്ചാൽ വലിയ മഴ ലഭ്യമായിട്ടില്ല. അതേസമയം വിവിധയിടങ്ങളിൽ ഇടവിട്ടുള്ള ഒറ്റപ്പെട്ട മഴ തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി, വിവിധ മേഖലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികളാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രജിൻ, ഈ കോട്ടയത്തെ സിറ്റുവേഷൻ കൂടെ നമുക്ക് നോക്കണമെന്ന്. കോട്ടയത്തെ ജില്ലാ കളക്ടർ ഇന്നലെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പിട്ട പോസ്റ്റ്, ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ വരെ രാത്രികാല യാത്രയും കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ, ഇല്ലിക്കൽക്കല്ല്, മാർമല അരുവി, ഇലവീഴ, പൂഞ്ചിറ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനവും ഡിസംബർ 4 വരെ നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ക്വാറി പ്രവർത്തനങ്ങളും അവിടെ നടത്താൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോട്ടയം ജില്ലയിലുള്ളവരും ഇതൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശമായി മനസ്സിൽ കരുതുക. അപ്പോൾ ഈ അലേർട്ടുകളൊക്കെ നമ്മുടെ വിൻഡോയിൽ കാണിക്കുന്നുണ്ട്. പ്രേക്ഷകർ അതൊന്ന് നോക്കുക. അപ്പം തന്നെ ഒരിക്കൽ കൂടെ നമുക്ക് ആ അവധിയുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് പറയാം, അല്ലേ? അതെ, അപ്പം ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വൈകി വന്ന പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞ് കാണാം. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധിയുള്ളത്. ട്യൂഷൻ സെന്ററുകൾക്കും അങ്കണവാടികൾക്കും ഈ അവധി ബാധകമാണ്. അപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോകേണ്ട, അതുപോലെ തന്നെ ട്യൂഷനുകളും ഇന്നുണ്ടായിരിക്കുന്നതല്ല. അങ്കണവാടിയിലും കുട്ടികൾ, തീരെ ചെറിയ കുട്ടികളാണ്, അവരും പോകേണ്ട കാര്യമില്ല. പ്രൊഫഷണൽ കോളേജുകളിലുള്ളവർക്കും അവധി ബാധകമാണ്. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള എല്ലാ പരീക്ഷകളും ഇന്ന് നടക്കും. അതുകൊണ്ട് പരീക്ഷ എഴുതാനുള്ള, സർവകലാശാല പരീക്ഷകൾ എഴുതാനുള്ളവർ ഇന്ന് പോയി പരീക്ഷ എഴുതുക.